റൈറ്റ് ഹാൻഡ് കണ്ണ് തുറക്കണ്ട, കണ്ണടച്ചിട്ട് തന്നെ റൈറ്റ് ഹാൻഡ് ഒന്ന് സ്മെല് ചെയ്യാം. ഇടുക, കൈ ഇടുക, സ്മെല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കാം. കണ്ണ് തുറന്നല്ലോ, ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ഇത് എത്ര നേരം നിൽക്കും ഈ സ്മെല്ല്? അത് ഞാൻ ഇവിടുന്ന് പോകുന്നവരുണ്ടാവും. സയൻസ് ആണ് അല്ലെങ്കിൽ ഇത് ശാസ്ത്രമാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഓരോ അത്ഭുതത്തിന് പിന്നിലും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണം ഉണ്ടാവും. ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഈ ഓഡിയൻസിന്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി അതൊക്കെ ഈ ഷോസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ശരിക്കും ഇവിടെ വിഷയം വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിദ്ധൻ, ആ സിദ്ധന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ഇന്ന ആള് ചെയ്തത് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ തീയിൽ കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ജമ്പ് ചെയ്തു. പക്ഷെ അന്ന് പൊള്ളലേറ്റു, മുടി കത്തിപ്പോയി, കുറേ മുഖത്തൊക്കെ നല്ല രീതിയിൽ, മുഖത്തൊന്നുണ്ടായിരുന്ന പിമ്പിൾസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായി. അതായത് ഈ ഇതിൽ ഗോസ്റ്റ് വരുമെന്നും റിയൽ ആയിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്നും അന്ധമായ ഭീകരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വർക്കൗട്ട് ആവും. തെറ്റായ രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നു. ഇപ്പോൾ ചൂഷണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിനൊക്കെ വിധേയരാവുന്നത് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും രോഗികളായിട്ടുള്ള ആളുകളാണ് സിദ്ധന്മാരെ, ആൾദൈവങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകിൽ പോകുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു അവർ ഷോ. എല്ലാ കാലത്തും ആളുകളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മെൻ്റലിസം, മാജിക് എന്നൊക്കെ പറയുന്നത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എല്ലാവരിലേക്കും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, ഫാസിൽ ബഷീർ. വെൽക്കം ടു അവർ ഷോ. എന്താണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലിസം റിലേറ്റ് ചെയ്തിട്ടാണോ? അല്ലാതെ അതെ, മൊത്തത്തിൽ ഉള്ള ലൈഫിന്റെ ഒരു വിശേഷങ്ങളൊക്കെ. കുറച്ച് നാൾ എയറിലായിരുന്നു. ഇറങ്ങിയോ? എയറിൽ നിന്ന് ഇപ്പൊ ഏകദേശം താഴേക്ക് ഇറങ്ങി. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നന്നായിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട്. ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് പറഞ്ഞാൽ ഒരു അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വല്ലാണ്ട് നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുള്ള ഷോസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? മെന്റലിസം കൂടുതലും എനിക്ക് ഷോസ് കൂടുതലും പുറത്ത് തന്നെയാണ്, വിദേശ രാജ്യങ്ങളിൽ തന്നെയാണ് കൂടുതലും ഷോസ് കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഓഡിയൻസ് മാത്രമാണ് ഈ ഒരു കലയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാജിക് എന്ന് വെച്ചാൽ നമുക്ക് മുൻപ് നമ്മളിപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഉപകരണങ്ങളുടെ സഹായത്തോടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കാലിയായിട്ടുള്ളൊരു ബോക്സ് കാണിക്കുന്നു, അത് കാലിയാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയാം. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ, നമ്മൾ പറയണ്ട ഇത് കാലിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിനുശേഷം അത് അടയ്ക്കുന്നു, കുറച്ച് മൂവ്മെന്റ് കാര്യങ്ങൾ, ഒരു ആക്ഷൻസ്, മാജിക്കിൻ്റെതായ ആക്ഷനൊക്കെ കാണിച്ച് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് മിഠായി വരുന്നു, അല്ലെങ്കിൽ പ്രാവ് വരുന്നു, അല്ലെങ്കിൽ അപ്പോൾ അതിലൊരു അത്ഭുതം, കാലിയായ ഒരു ബോക്സിൽ ഒരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ആളുകൾക്ക് അറിയാം. നമ്മളത് പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ മെന്റലിസം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഓഡിയൻസ് ഫുൾ റാൻഡം സെലക്ഷൻ ആണ്. ഓഡിയൻസിൽ നിന്ന് ആളുകളെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ വെച്ചിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നത് പറയുന്ന രീതിയിലുള്ള എഫക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ലൈവായിട്ട് തന്നെ. അപ്പോൾ അത് എല്ലാവരും ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവും ഈ കല ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കലയെ ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളല്ല, ഈ കല എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ആ കല ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് പതുക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പുറത്ത് വിദേശങ്ങളിലൊക്കെ ആളുകൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ട്. കൂടുതലും ഷോസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത് പുറത്ത് തന്നെ, വിദേശത്ത് തന്നെയാണ്. മജീഷ്യനാണ്, ഒരു മെന്റലിസ്റ്റ് ആണ്, പിന്നെ യൂട്യൂബറാണ്, പിന്നെ അത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊരു എന്താ ബ്ലസ്റ്റർ, യൂട്യൂബ് ചാനലുമായി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈ പറയുന്ന ഒരു 2-3 ടാഗ് ലൈൻസിൽ പേഴ്സണലി ഇഷ്ടം എങ്ങനെ അറിയാനാണ് ഇഷ്ടം? ആളുകൾ എങ്ങനെ? അല്ല, ഞാൻ ആക്ച്വലി 20 വർഷമായിട്ട് ഈ കലാരംഗത്തുള്ള ആളാണ്. മാജിക് എന്ന് പറയുന്ന കലയിലാണ് ആദ്യം വരുന്നത്. ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈലറാണ്. അദ്ദേഹം ചെറിയൊരു മജീഷ്യനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ മാജിക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം മുതൽ, ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയം മുതലേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 20 വർഷവും ഞാൻ ഈ കലാരംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ആളുകൾ എന്നെ അറിഞ്ഞു തുടങ്ങിയത് മിറാക്കിൾ ബസ്റ്റിംഗ് അതുമായി വന്നതിന് ശേഷമാണ്. അതെ, അപ്പോൾ ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ആളുകൾ അറിഞ്ഞത് ആ ഒരു ചാനൽ കൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് ഇഷ്ടം ആ ഒരു മിറാക്കിൾ ബസ്റ്റിംഗ് അത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ്. ഈ ഒരു ചാനൽ ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് പേര് ഫോളോവേഴ്സായിട്ട് വരികയൊക്കെ ചെയ്തത് കൊണ്ടാണ്. ഞാൻ മെന്റലിസ്റ്റ് ആണെന്നും ഹിപ്നോട്ടിസം ഞാൻ പെർഫോം ചെയ്യുന്നു, മുമ്പ് മജീഷ്യൻ ആയിരുന്നു എന്നൊക്കെ ആളുകൾ അറിയാനുള്ള കാരണം ആ ചാനലും ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഒരു പ്രവർത്തനം തന്നെയാണ്.
പൊതുവേ ഇപ്പോൾ ഫാസിൽക്കയുടെ ഇൻ്റർവ്യൂസിലോ അല്ലെങ്കിൽ ഷോസിലൊക്കെ ഫാസിൽക്ക അധികം മാജിക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. ട്രിക്സ് എന്ന് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ മാജിക് ആൻഡ് ട്രിക്ക് ഈ രണ്ട് വേർഡ്സ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? അല്ല, കണക്ഷൻ എന്ന് വെച്ചാൽ മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നണിയിൽ ഇപ്പോൾ നമ്മൾ സയൻസ് ആണെന്ന് പറയാറുണ്ട്, ശാസ്ത്രമാണെന്ന് പറയാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾക്കും കുറേ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരും, എന്ത് സയൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ശാസ്ത്രമാണ്. അപ്പോൾ ഞാനത് അങ്ങനെ പറയുന്നത് കൊണ്ട്, ഇത് സയൻസ് ആണ് അല്ലെങ്കിൽ ഇത് ശാസ്ത്രമാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കാണുന്ന ഓരോ അത്ഭുതത്തിന് പിന്നിലും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണം ഉണ്ടാവും. ആ കാരണം മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്ത് അത് ആ റൂട്ടിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാനിത് സയൻസ് ആണ്, ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ സാധാരണക്കാർക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് പറയാം ഇതെല്ലാം ട്രിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴും ഇതെല്ലാം ട്രിക്സ് ആണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ട്രിക്സ് എന്നുള്ളൊരു പേര് തന്നെ കൊടുത്തത്. ഇപ്പോൾ എൻ്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ട്രിക്സ് മാനിയ എന്നാണ്. ഞാൻ ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ റാൻഡം സെലക്ഷൻ ആണ്. ഓഡിയൻസ് ഇപ്പോൾ ഒരു 1000 പേര് കാണാനുണ്ടെങ്കിൽ ഒരു 100 പേരെങ്കിലും നമ്മൾ സ്റ്റേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആ ഒരു ഷോയിൽ. അപ്പോൾ അത്രയൊക്കെ നമ്മൾ ചെയ്യുന്നു, പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഷോയുടെ എൻഡിൽ ഞാൻ കൃത്യമായ ഒരു ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇവിടെ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ പിന്നിലെ ട്രിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ ഒരു ധാരണ ഇന്ന രീതിയിലായിരുന്നു ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തത്. അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഷോയുടെ ടൈറ്റിൽ ട്രിക്സ് മാനിയ എന്നാണ്. ഇതെല്ലാം ട്രിക്സ് ആണ്. അതെ 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 അതെ. ഇപ്പൊ ഒരു ഷോ ചെയ്യുമ്പോൾ അതിൽ ഈ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി അതൊക്കെ ഈ ഷോസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഓഡിയൻസിന്റെ എണ്ണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓഡിയൻസ് ക്രൗഡ് കൂടുതൽ കാണുമ്പോഴാണ് എനിക്ക് ആവേശം കൂടുതൽ പെർഫോം ചെയ്യാൻ. ഇപ്പൊ ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ മലപ്പുറത്ത് ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഈ അടുത്ത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ ക്രൗഡുള്ളൊരു പ്രോഗ്രാം, അതായത് സംഘാടകർ തന്നെ പറഞ്ഞത് ഏകദേശം 6000-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അതൊരു സ്കൂളിന്റെ ഒരു കെട്ടിടോദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും പിന്നെ നാട്ടുകാരും, അപ്പോൾ ഒരു 6000-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ക്രൗഡ് ആയിരുന്നു. അപ്പോൾ ക്രൗഡ് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആവേശം കൂടുതലാണ് എനിക്ക്. പിന്നെ സ്റ്റേജിലേക്ക് കയറി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലൊക്കെ ശരിക്കും ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി കയറി വരും, ഇവനെ ഒന്ന് പൊളിക്കണം. ഞാൻ എപ്പോഴും ആളുകൾക്ക് മുമ്പിൽ സ്റ്റേജിൽ നമ്മൾ അത്ഭുതം ചെയ്യുന്നത് ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആളുകളെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാനാണ്. ഇപ്പോൾ ഒരു മജീഷ്യൻ ആണെങ്കിലും മെന്റലിസ്റ്റ് ആണെങ്കിലും വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കാണികളെ അത്ഭുതപ്പെടുത്തുക, അതിലൂടെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എന്റർടൈൻമെന്റ്, ഇതൊരു കലയാണ്. ഒരു മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കലാകാരനാണ്. നിങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോൾ ചില ആളുകൾ ഇത് മനസ്സിലാക്കാതെ, ഞാനത് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും, ചില ആളുകൾ എന്താ പറയുക, സ്റ്റേജിൽ കയറി വന്നിട്ട് നമ്മളെ ഒന്ന് പൊളിക്കാൻ വേണ്ടി, മീൻസ് ഇത് ഈ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ആ ട്രാക്കിൽ ചില ആളുകൾ തുടക്കത്തിലൊക്കെ കയറി വരുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ കണക്കാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ അതിന് ചെറിയ രീതിയിൽ വീണ്ടും തിരിച്ച് നമുക്ക് ഇങ്ങോട്ടൊരു പണി തരുമ്പോൾ തമാശ രീതിയിൽ തിരിച്ച് അങ്ങോട്ടൊരു പണി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു പോകാറ്. പക്ഷെ ഇന്ന് ഈ ട്രിക്സ് മാനിയ എന്നുള്ള ടൈറ്റിൽ നമ്മൾ ഷോ ചെയ്തിട്ട് ഇന്ന് വരെ ആരും അങ്ങനെ ഡിഫെൻസ് ചെയ്യാവുന്ന രീതിയിൽ ആരും കയറി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. അല്ലാതെ ഓഡിയൻസ് ഒരുപാട് ക്രൗഡ് ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓഡിയൻസിൽ നിന്ന് കയറി വരുന്ന ആളുകൾ നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള ആളുകളെയും കൂടെ എന്റർടൈൻ ചെയ്യിക്കാം എന്നുള്ള ധാരണയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അതല്ലാതെ ഡിഫെൻസ് ചെയ്യാൻ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഷോയുടെ ഒരു രസം മൊത്തത്തിൽ പോകും. എന്നാലും നമ്മൾ അതിനെ ഒരു, ഞാൻ പറഞ്ഞിരുന്ന പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ പോകും. അതെ അതെ അതെ. അപ്പോൾ ഈ ഹിപ്നോട്ടിസം ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ശരിക്കും ഒരു 1 വേർഡ് അല്ലെങ്കിൽ ഒരു 1 സെന്റൻസിൽ ആ ഒരു ഹിപ്നോട്ടിസത്തെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? ഹിപ്നോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്, കുറച്ച് സമയത്തേക്ക് മാത്രം. അത് നമ്മൾ ഓരോ സജഷൻസ് കൊടുത്ത് ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഹിപ്നോട്ടിസം അങ്ങനെ, ഇപ്പോൾ ഒരു ഓഡിയൻസിനെ മുഴുവനായിട്ടും എല്ലാവർക്കും ഒരു മാസ് ഹിപ്നോസിസ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഇതെന്താണ്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എന്താണ്, ഈ ഹിപ്നോട്ടിസത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ 1-2 എഫക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാ ഓഡിയൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനകത്ത്. പക്ഷെ അതിൽ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് ചിലപ്പോൾ അതിനകത്ത് ഒരു 60 or 70% ആളുകൾക്കായിരിക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നത്. ബാക്കിയുള്ള ആളുകൾ പറയും ഞങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റില്ല, എല്ലാവരും ഉപയോഗിച്ച് ഹിപ്നോട്ടിസം ചെയ്യാനും നമുക്ക് സാധിക്കില്ല. ഒരു സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ഒക്കെ കൊടുക്കും. ആ ടെസ്റ്റിൽ ഓക്കെ ആവുന്ന ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും വലിയ ഭീകരമായ സംഭവങ്ങളൊന്നും നമ്മൾ സ്റ്റേജിൽ ചെയ്യാറില്ല. കൂടുതലും മെന്റലിസത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇതും കൂടെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ആളുകളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഹിപ്നോട്ടിസത്തിൻ്റെ ചെറിയ എഫക്റ്റുകൾ നമ്മൾ സ്റ്റേജിൽ ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇതാണ്, അതായത് ഒരാളുടെ ബ്രെയിനെ നമ്മൾ കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മളുടെ സംസാരത്തിലൂടെ ഇങ്ങനെ സംസാരിച്ച് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഈ ട്രിക്സ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പുറത്ത് പോയിട്ട് ഒരുപാട് ഈ പറയുന്ന ആൾ ദൈവങ്ങൾ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ
ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അധികം, അവരൊക്കെ കുറേ ആളുകൾ ഇതിൽ വിശ്വസിച്ച് എന്താ പറയുക അന്ധമായി വിശ്വസിച്ച് നടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം, അല്ലെങ്കിൽ തിരിച്ച് ആളുകളിലേക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെന്തായിരുന്നു കറക്റ്റ്, ഇതിൻ്റെ പേർപ്പസ് എന്തായിരുന്നു ഈ ഒരു ഷോസ് ഒക്കെ തുടങ്ങുന്നതിൻ്റെ? യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എപ്പിസോഡ്സ് ഒക്കെ. അല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഈ വാട്സപ്പിൽ ഇപ്പം നമ്മൾ ഓരോരുത്തരും പല ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിരിക്കും വാട്സപ്പിൽ. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വീഡിയോസ് ഇപ്പോഴും ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ 4 വർഷത്തിന് മുൻപ് ഇതിങ്ങനെ അടിക്കാറായി. അത് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളും കുറേ സ്ട്രൈക്കും കാര്യങ്ങളും ഒരുപാട് കോപ്പിറൈറ്റ് ഒക്കെ വന്നുകൊണ്ട് ചാനലൊന്ന് ഡെഡായി നിൽക്കുമായിരുന്നു. ഇപ്പോൾ എയറിൽ കയറിയതിനു ശേഷം ഇപ്പോൾ കയറി വരുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 7.5 ലക്ഷം എന്ന് പറയുന്ന ഒരു നമ്പറിലാണ് കിടന്നിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി ഏകദേശം ഒരു 6000-ഓളം ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ചാനൽ വീണ്ടും ഒന്ന് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, എൻഗേജ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും, ഇങ്ങനെ പ്രചരിക്കുന്ന വളരെ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫേക്ക് ആണെന്നുള്ളത്. പക്ഷെ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പറയും ഇത് തെറ്റാണ്, ഇത് അങ്ങനെയല്ല, ഇതിൻ്റെ സത്യാവസ്ഥ മറ്റൊന്നാണെന്ന് പറയുമ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തി സംസാരിക്കും. നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കും വാശിയാവുമല്ലോ. ആ സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെയാണ്, നമ്മൾ ഒറ്റപ്പെട്ടു ആ ഗ്രൂപ്പിൽ. അപ്പോൾ പിന്നെ എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ റീക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറേ ആളുകൾക്ക് അപ്പോഴും ഇപ്പോൾ ഗ്രൂപ്പിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ചില ആളുകൾ ഇത് തന്നെയാണ് ശരി, ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാറ്റാൻ തയ്യാറില്ല. ഇനി മനസ്സിലാക്കിയാൽ പോലും അവരത് പബ്ലിക്കായിട്ടൊന്നും പറയില്ല. ഓക്കെ, ഞങ്ങൾക്കത് മനസ്സിലായി, ഇത് സത്യം അതായിരുന്നില്ല, മറ്റൊന്നും ആയിരുന്നു എന്ന് മനസ്സിലായെന്നൊന്നും അവർ പറയില്ല. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 50 or 60% ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പല പല ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി, ഒരുപാട് ഫേക്ക് ന്യൂസുകൾ. അപ്പോൾ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 100 പേർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തിയ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന അതേ റിസ്ക് തന്നെയാണ് ഇത്രയും വലിയ വൈഡായിട്ടുള്ള ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള റിസ്ക്കും സെയിം തന്നെയാണ് നമ്മൾ ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും ഈ സാറ്റലൈറ്റ് ചാനലുകളിൽ മുൻപൊക്കെ ഈ കോൺസെപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പുറമേ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ ഷോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ ചാനലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അന്ന് ഇത് സാറ്റലൈറ്റ് ചാനലിൽ കൊടുക്കാം, കാരണം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചാനലിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പ്രശ്നമാണ്, കാരണം പലതരത്തിലുള്ള കമ്മ്യൂണൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെയാണ് പലതും നമ്മൾ കൊടുത്തത്. നമ്മൾ ആദ്യം തന്നെ കൊടുത്ത കണ്ടന്റുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാവില്ല, അത് ബുദ്ധിമുട്ടാണ്, പരസ്യം പിന്മാറും. പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആണ്, ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തു അതൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ട് അതിൻ്റെ റീക്രിയേഷൻ അതെങ്ങനെയാണെന്ന് വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒരു ക്വാളിറ്റി ലോസ് വരുന്നുണ്ട്, പല പല പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. പ്രധാനമായിട്ട് പരസ്യക്കാരൊക്കെ പിന്മാറും, കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ ചാനലുകൾ സമീപിച്ചു, അവരൊക്കെ പിന്മാറി കഴിഞ്ഞപ്പോൾ യൂട്യൂബിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല. യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു, ഫാസിൽ ബഷീർ എന്ന് പേരുള്ളൊരു പേജ് ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 2000-2500 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആ പേജിൽ. പ്രൊഫൈലല്ല, ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫാണ് പറഞ്ഞത് നമുക്ക് യൂട്യൂബിൽ നമുക്കിത് ഈ കണ്ടന്റ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അവനാണ് എനിക്കത് തുടങ്ങി തരുന്നത്. എനിക്കറിയില്ല, അപ്പോഴും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ആദ്യത്തെ ഏകദേശം ഒരു 10-15 വീഡിയോകൾ എവിടെ നിന്നോ ഒക്കെ കിട്ടിയ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് 1000 സബ്സ്ക്രൈബേഴ്സായി, പിന്നെ വാച്ച് അവർ ഒക്കെ ടൈമൊക്കെ ആയി, ഇത് മോണിറ്റൈസ്ഡ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ആദ്യം തന്നെ കോപ്പിറൈറ്റ് വന്നു. ആദ്യം ഇട്ട് ഏകദേശം ഒരു 15 വീഡിയോ തന്നെ കോപ്പിറൈറ്റ് വന്നു, കാരണം മ്യൂസിക് കോപ്പിറൈറ്റ് ഉള്ളതായിരുന്നു. അപ്പോഴാണ് പിന്നെ ഓരോന്നോരോന്ന് പിന്നെ നമ്മൾ അങ്ങനെ പഠിച്ചാണ് പോയത്. അതല്ലാതെ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടും, ഇങ്ങനെ കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കാണണമെങ്കിൽ എന്നൊക്കെ ഉള്ളതൊക്കെ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ സ്റ്റാഫ് പറയുമ്പോഴാണ് ഞാൻ അറിയണം ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പോഴും നമ്മൾ തുടങ്ങിയ സമയം മുതലേ കണ്ടന്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും വന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാറുള്ളത്, ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തത്. കാരണം കണ്ടന്റുകൾ ഇങ്ങനത്തെയാണല്ലോ. എല്ലാവരും തുടക്കത്തിൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഈ 2024 ഈ പറഞ്ഞ മുതുകാട് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞാൻ എയറിൽ കയറുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ സ്ഥിരം എയറിൽ തന്നെ ആയിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് ഇങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ അതെ സ്ഥിരമായിട്ട് എയറിൽ തന്നെ ആയിരുന്നു. പക്ഷെ 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത്. കാരണം ട്രിക്സ് ചാനൽ പറയുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴും എല്ലാവർക്കും അല്ല, കുറച്ച് ആളുകൾക്ക്. അങ്ങനെയാണ് പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി ഏകദേശം ഇപ്പോൾ ഒരു 7.5 ലക്ഷം ആളുകൾ നമ്മൾ എന്താ പറയുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത ആളുകളും ഫേസ്ബുക്കിലുമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ ഫാസിൽ ബഷീറിൻ്റെ ഏറ്റവും തുടക്കം, ആ സ്റ്റാർട്ട് അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് വാർത്തകളിൽ വരുന്നത് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു സാഹസിക പ്രകടനം അവതരിപ്പിച്ചിട്ടാണ്.
അത് 2005-ലാണ്. എത്ര വയസ്സിലത്? അത് 18 വയസ്സിൽ 2005. ആ സമയത്ത് ആ ഒരു ഇത് ചെയ്യാനുള്ള ഒരു അത് ആക്ച്വലി ശരിക്കും മുതുകാട് സാർ അന്ന് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന്റെ വീഡിയോ സാറാണോ ഗുരു? അല്ല മീൻസ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുകയും ഇലൂഷൻ എങ്ങനെയാണ് ഒരു ഷോ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വലിയ വലിയ ഉപകരണങ്ങൾ എങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണം എനിക്ക് അറിയാമെന്നേ ഉള്ളൂ. പക്ഷെ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അശോകൻ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ആളാണ്. ഈ ഫയർ എസ്കേപ്പ് എന്ന് വെച്ചാൽ സത്യത്തിൽ അത് മുതുകാട് സാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്, അന്ന് അദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളൂ, ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ട്രിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ തന്നെ വീട്ടിലൊരു കയറൊക്കെ വെച്ച് കെട്ടി ഞാനത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സംഭവം ഒക്കെയാണ്. പിന്നെ ചങ്ങല വെച്ച് ഇപ്പം ചങ്ങല വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 14 മീറ്റർ നീളമുള്ള ചങ്ങലയാണ്. ഈ 14 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ആയി ഈ ചങ്ങലയ്ക്ക്. നമ്മൾ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വലിയ സംഭവം തോന്നില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ ദേഹത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും നമ്മുടെ ശരീരത്തിൽ, ഇരുമ്പാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താണ് സംഭവം. അങ്ങനെയാണ് ആലുവയിൽ സെൻറ് മേരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ 2005 ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത് വാർത്ത പ്രാധാന്യമൊക്കെ നേടി. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലല്ലോ, അന്ന് ഇല്ലാന്ന് തന്നെ പറയാം. അന്ന് പത്രങ്ങളിൽ ഇങ്ങനെ വരണം, ലൈവ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു വാർത്ത വന്നാൽ അത് ഏകദേശം ഒരാഴ്ച ആളുകൾ സംസാരിക്കും, പിന്നെ അത് വിട്ടു. പിന്നെ വീണ്ടും അടുത്ത മാസം നമ്മൾ അടുത്ത എന്തെങ്കിലും ആയിട്ട് വാർത്തയിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഇതിപ്പോൾ അന്ന് 2005 നമ്മളത് ചെയ്തത്, പിന്നെ ആളുകൾ അറിയുന്നത് ഈ ട്രിക്സ് ചാനൽ വന്ന് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓ ഇതാ അന്ന് ചെയ്ത ആള് നിങ്ങളായിരുന്നില്ലേ എന്ന് പറയുന്ന അത് മറന്നു ആളുകൾ, പിന്നെ അത് മറന്നുപോയി. പിന്നെ ആളുകൾക്ക് അറിയാം 18 വയസ്സുള്ള ഒരാളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവം ആളുകൾക്ക് അറിയാം. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ ഇതിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആക്ച്വലി ഉമ്മാക്കൊന്നും അറിയില്ലായിരുന്നു ഇതെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഫാദറിന് അറിയാം, കാരണം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫാദറും കൂടെ ഉള്ളതുകൊണ്ട് 100% ഉറപ്പാണ് ഞാനത് എസ്കേപ്പ് ആവും, അറിയാം അവന് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ ഈ കുറേ ട്രിക്സ് നമ്മൾ പൊളിക്കാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ട്രിക്സ് പൊളിക്കാനായിട്ട് ഈ ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഭയങ്കര എന്നുവെച്ചാൽ അത് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പം അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കൽ വലിയ പാടാണ്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു ഇതെന്ന് പറഞ്ഞാൽ ബിനോയ് ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ഇത്. അതിനുശേഷം ഞാൻ നോക്കുമ്പം കുറേ ഈ തമിഴ്നാടൊക്കെ പോയിട്ട് ഓരോ ആളുകളുടെ അടുത്ത് ചെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതല്ല സത്യം എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ആളുകൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ശരിക്കും 2005 ഫയർ എസ്കേപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം ഞാൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇത്തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ അന്ന് നടത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളൊരു മാജിക് എന്നുള്ള നിലയിൽ ഇതുപോലെ ഭസ്മം എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വായിൽ നിന്ന് ശിവലിംഗം എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം അതൊക്കെ നമ്മൾ അന്നും നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു മാജിക് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അവതരിപ്പിച്ച് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പ്രോബ്ലം ഇല്ല. ശരിക്കും ഇവിടെ വിഷയം വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിദ്ധൻ, ആ സിദ്ധന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ഇന്ന ആൾ ചെയ്തത് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്നത്. അപ്പോഴാണ് അതാണ് നമ്മൾ ട്രിക്സ് ചാനലിന്റെ ഹൈലൈറ്റും അത് തന്നെയാണ്. നമ്മൾ ആരെയും മറച്ചു വെച്ച് ഏതോ ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഏതോ ഒരാൾ അവിടെ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയില്ല. ആരാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇന്ന ആൾ ചെയ്ത കാര്യം ഇന്നതാണ് സംഭവം, അതിന്റെ സത്യാവസ്ഥ ഇന്നതാണ്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ റിസ്ക് ആണ്. തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഇപ്പം അധികം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത് തിരുവനന്തപുരം ഭാഗത്താണ് തോന്നുന്നു, സ്ഥലത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അവിടെ ഒരു ശവക്കല്ലറയിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയായതാണ്. അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ നമ്മളുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവിടെ കയറിയിട്ട് അവിടെ ഉള്ള ഒരു ശവക്കല്ലറ പോയി പരിശോധിക്കാനുള്ള പെർമിഷൻ അവർ തന്നു. ഞാൻ ചോദിച്ച കാര്യങ്ങൾ കുറച്ച് വെള്ളമൊക്കെ വേണ്ടി വന്നു നമുക്ക് പരിശോധിക്കാൻ വേണ്ടി, എങ്ങനെയാണ് വെള്ളം ഇതിനുള്ളിൽ നിന്ന് വരുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതൊക്കെ അടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ വന്നിട്ട് അവർക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇല്ല പരിശോധിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയും പറഞ്ഞ ആളുകളുണ്ട് കേട്ടോ. അല്ല, നമുക്ക് കേരളത്തിൽ ഇതൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്, കേരളത്തിന് പുറത്തേക്ക് ഇതൊക്കെ എളുപ്പമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മൾക്ക് വരുന്ന ചില കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭീകരമാണ്. ചില ആളുകൾ ഇങ്ങനെ വളരെ നമ്മളെ തീർത്ത് കളയണം എന്നുള്ള രീതിയിൽ വരെയുള്ള കമന്റ്സുകളൊക്കെ ധാരാളം വരാറുണ്ട്. പിന്നെ മുൻപ് പല യാത്രകളിലും പല ആളുകളും ഇതേ രീതിയിൽ നമുക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാക്കുകൊണ്ട് ദേഹോപദ്രവം ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും പല ആളുകളും വന്നിട്ട് നമ്മളോട് അത്തരത്തിൽ മോശമായിട്ടൊക്കെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. വാഹനത്തിന് തകരാറുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഇത് ഒരു 10 പേരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ വരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ 3500 കമന്റ് ഉണ്ട്. ഈ കമന്റുകൾ നമ്മളെല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-120 കമന്റ്സ് നെഗറ്റീവ് വന്നിട്ടുള്ളൂ. പക്ഷെ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതാണ് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് വേറെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കണ്ടിന്യൂ ചെയ്യും.
മാത്രമല്ല ഈ നെഗറ്റീവ് ഇടുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുത്തും വേണമെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ടിരിക്കും. അതായത് അതെ അതെ, ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇട്ട ആളുടെ ഐഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു 10, 20, 25 കമന്റ് ആളുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതെ പോവുകയുള്ളൂ. വളരെ കുറച്ച് ആളുകളാണ് കമന്റ് ഇടുക. ഇപ്പൊ പക്ഷെ ഞാൻ നേരിട്ട് സംവദിക്കുന്ന ആളാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. ഇപ്പൊ എന്റെ ഷോയിൽ ഇപ്പൊ എവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പൊ ഗൾഫിലാണെങ്കിലും നമ്മൾ നമ്മുടെ ചാനൽ വഴിയും ഇൻസ്റ്റാ പേജ് വഴിയൊക്കെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ വരുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്, എന്റെ ഫോളോവേഴ്സ് ആണ് നമ്മുടെ ഷോ കാണാൻ വരുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് സംവദിക്കുമ്പോൾ നമുക്കറിയാലോ അവരെല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ലാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ, ചിന്താശേഷി ഇല്ലാത്തൊരു വിഭാഗം കൂടി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ മുൻധാരണയോട് കൂടി അതിനെ സമീപിക്കുക, അവർ വിചാരിച്ചത് തന്നെയാണ് സത്യം, അതിനെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു, അപ്പോൾ ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലയിൽ വെറുതെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുക, അങ്ങനെയുള്ള സംഭവം. ഈ സ്റ്റേജ് ഷോസിലോ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസും ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും പതറിപ്പോയ സിറ്റുവേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജ് ഷോയിലേക്കോ? സ്റ്റേജ് ഷോയിലോ അല്ലാതെ ഇപ്പൊ ട്രിക്സ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലോ. ട്രിക്സ് മീൻസ് ഈ ബ്ലാസ്റ്റർ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പതറിപ്പോയ തരം സിറ്റുവേഷൻസോ അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല. സ്റ്റേജിൽ ഇപ്പൊ എന്തായാലും മെന്റലിസം എന്ന് പറയുന്ന കല സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. മാജിക്കിൽ കുറെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഫയർ എസ്കേപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ വൈക്കോൽ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ ബോക്സിൽ ആക്കി ചങ്ങലേക്ക് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ടോപ്പിൽ നിന്നാണ് ശരിക്കും തീ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ വൈക്കോലായതുകൊണ്ട് തന്നെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ തീ ആളിപ്പിടിക്കുക, അതിനുള്ളിൽ നമ്മൾ എസ്കേപ്പ് ആവണം. അപ്പോൾ ഇതിങ്ങനെ മുകളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ജമ്പ് ചെയ്യാം പുറത്തേക്ക്. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു വാതിലുണ്ടാവും, ആ വാതിലിനും വൈക്കോല് തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ തീ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് പുറത്തേക്ക് ചാടാം. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിഹേഴ്സലിന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അവർക്കറിയാം 100% കോൺഫിഡൻ്റ് ആണ് ഞാൻ എന്നുള്ളത് അവർക്കറിയാം. മാത്രമല്ല ഞാനത് എസ്കേപ്പ് ആവുന്നു അവർക്കറിയാം, അതിന്റെ ട്രിക്ക് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അതിന് വലിയ വാല്യൂ അവർ കൊടുക്കില്ല. പക്ഷെ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാനസികാവസ്ഥയാണ് ഇതിനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ റിഹേഴ്സൽ എടുക്കുന്ന ഒരു സമയത്ത് ഇവരുടെ അടുത്ത് മുകളിൽ നിന്ന് തീ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ആ ഒരു തിരക്കിൽ ഇവരെന്തെന്ന് വെച്ചാൽ താഴേന്ന് കൊടുത്തു. ഇപ്പോൾ താഴേന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താഴെ ഇരിക്കുന്ന വൈക്കോലിന്റെ സപ്പോർട്ടിലാണ് മുകളിലുള്ളതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ താഴെ തീ പിടിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ളത് ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ ഇവരങ്ങനെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുറത്തേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം പോലും പെട്ടെന്ന് തീ പിടിച്ചു പോയി. പക്ഷെ നമുക്ക് പുറത്തേക്ക് ചാടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ പൊള്ളലേൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ തീയിൽ കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ജമ്പ് ചെയ്തു. പക്ഷെ അന്ന് പൊള്ളലേറ്റു, മുടി കത്തിപ്പോയി, കുറേ മുഖത്തൊക്കെ നല്ല രീതിയിൽ, മുഖത്തൊന്നുണ്ടായിരുന്ന പിമ്പിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായി ഫേസ് പൊള്ളലേറ്റിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പബ്ലിക്കിന് മുമ്പിൽ വലിയ ഷോ ആയിട്ട് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പിന്നെ അവർ കൃത്യമായിട്ട് അവർക്കറിയാം അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ട് പിന്നെ അവർ കൃത്യമായിട്ട് മുകളിൽ നിന്ന് തന്നെയാണ് തീ കൊടുത്തത്. ആ വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുകളിൽ നിന്ന് തന്നെയാണ് തീ കൊടുത്തത്. തീ വരുന്നതിന് മുമ്പ് തന്നെ ഞാനെടുത്ത് ചാടുകയും ചെയ്തു. കാരണം അന്ന് പൊള്ളലേറ്റിരിക്കുന്നുണ്ട്. തീ വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത്, തീന്ന് കേട്ടപ്പോൾ തന്നെ എടുത്ത് ചാടി. അപ്പോൾ 100% സക്സസ് ആയിട്ടാണ് അത് അവതരിപ്പിച്ചത്. അതാണ് പെട്ടെന്നൊരു ഓർമ്മ വരുന്നത്. അതല്ലാതെ പിന്നെ അങ്ങനെ അബദ്ധങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സമയത്തൊക്കെ ഈ മജീഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത് ഒരുവിധപ്പെട്ട മജീഷ്യൻസ് ഒന്നും ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആരും സ്റ്റേജിൽ ഒരു പെർഫോം ചെയ്തിട്ട് ഇത് ട്രിക്സ് ആണെന്നും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആണെന്നും പറയുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ആരും അങ്ങനെ പറയുന്നതായിട്ട്. ഇപ്പോൾ ഫാസിലൊക്കെ ഇതിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ കൂടെ തന്നെയുള്ള ആളുകളാണ് ബാക്കി. ഭീകര എതിർപ്പല്ലേ, എല്ലാവരും എതിർപ്പാണെന്നല്ല ചോദിക്കാൻ വന്നത്. മനസ്സിലായല്ലോ. അതെ, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ ഈ മേഖലയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് നീ കുറച്ച് ഓവറാണ്, ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കരുത്, ടൈറ്റിൽ മാറ്റണം. മാത്രമല്ല സ്റ്റേജിൽ അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? അത് എന്റർടൈൻമെന്റ് ആണ്. അത് കരുതുന്നവർ അങ്ങനെ കരുതിക്കോട്ടെ, കരുതാത്തവർ വേണ്ട. പക്ഷെ അത് നമ്മളായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ അവരുടെ ഷോസിനെയും കാര്യങ്ങളും ഇത് ബാധിക്കുന്നുണ്ടെന്ന് അവർ വിചാരിക്കുന്നു ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഒരു അവയർനെസ് ആണ് എന്ന് കരുതി ഒരു മെജീഷ്യനോ അല്ലെങ്കിൽ ഒരു മെന്റലിസ്റ്റോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി സ്റ്റേജിൽ അവർ അവതരിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ അതിന്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. കാരണം ഇതൊരു ആർട്ടാണല്ലോ. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന മെന്റലിസം ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് വലിയ ട്രിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ അത്ഭുതമാണെങ്കിലും ഇതൊക്കെ 1, 2, 3 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ പുറത്താവും, റിവീലാവും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയായി മാറി, ഈ കാലഘട്ടം അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ എന്ന് കരുതി ഇപ്പോൾ റിവീലായി എന്ന് കരുതിക്കൊണ്ട് ഈ കലയില്ലാതെ ആവുന്നില്ല. അപ്പോൾ മാജിക്കിന്റെ ട്രിക്കുകൾ റിവീലായി, ഇപ്പോൾ മെന്റലിസം എന്ന പേരിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് വന്നു. ഇനി മെന്റലിസത്തിന്റെ ട്രിക്കുകളും റിവീലാവും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ റിവീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ചാനലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് റിവീലാവുമ്പോൾ എന്ന് കരുതി കലയില്ലാതെ ആവില്ല, കല വീണ്ടും അതിജീവിക്കും. അപ്പൊ പുതിയ ട്രിക്കുകളായിട്ട് വീണ്ടും വരും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മെന്റലിസം ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഒരു ടൈറ്റിലായിരിക്കും വരാൻ പോകുന്നത്.
അപ്പോൾ ആ രീതിയിൽ തന്നെയാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട്, കാരണം ഇപ്പൊ നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെ, അല്ലാതെ ഇതൊരു ദിവ്യാത്ഭുതമോ അത്ഭുത സിദ്ധിയോ അമാനുഷികതയോ ഒന്നുമല്ല എന്റെ പിന്നിൽ എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം ഫാസിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയൊക്കെ കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഈ സ്റ്റേജ് ഷോയിൽ മാത്രം കാണുന്ന ആ ഒരു ഇത് ഞങ്ങളുടെ മൂവി വേൾഡ് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ. അപ്പം എന്തെങ്കിലും 2 പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാമോ? നമുക്കങ്ങനെ എന്താ പറയാ, ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, മെന്റലിസം എന്ന് വെച്ചാൽ നമുക്കൊരു പെന്നും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു 3 പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എഫക്റ്റ് തന്നെയാണ്, നമുക്കൊന്ന് റാൻഡമായിട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്, പോട്ട് ഇവിടെ ഉണ്ട്, വേറെ എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറയാം, നോക്കിയിട്ട് എന്തുകൊണ്ടും എടുക്കാം. ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ ഓക്കെ ആണോ? വാട്ടർ ബോട്ടിൽ കുഴപ്പമില്ല. വാട്ടർ ബോട്ടിൽ പിന്നെ എന്തുവേണമെങ്കിലും ഇവിടെ പ്രേക്ഷകർക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ എന്തുവേണമെങ്കിലും ഒരു 3 പ്രൊഡക്റ്റുകൾ എന്തുവേണമെങ്കിലും പറ്റും. വാട്ടർ ബോട്ടിൽ ഓക്കെ എടുത്തോളൂ. റിമോട്ട്, AC-യുടെ റിമോട്ട് ഓക്കെ ആണോ? എനിക്ക് മാറ്റണേ ചേഞ്ച് ചെയ്യാം. ഇല്ല, ഓക്കെ. ഇത് 3 മതി. ഓക്കെ, ഇത് 3ലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി ഒന്ന് നോക്കാം. ഇതിൽ 3ലേക്കൊന്ന് നോക്കാം. നോക്കിയോ? ഇതിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഡൗൺ ലുക്ക് ആണല്ലോ. 1 2 3 ഇങ്ങനെ നോക്കാം. അല്ല, ഞാൻ വിചാരിച്ചു താഴെ കാലിലേക്ക് നോക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ പേപ്പർ പെൻ അതിലേക്ക് മാത്രം നോക്കുക, 3ലേക്ക്. ഓക്കെ, ഇനി അതിൽ ഏതിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇതിലേതിലൊരെണ്ണം മനസ്സിൽ റിപ്പീറ്റ് മനസ്സിൽ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, 3 ഓക്കെ, ഞാനത് ഏതാണെന്നൊന്ന് എഴുതാൻ ശ്രമിക്കാം. നോക്കാം. 100% ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല കേട്ടോ. മെന്റലിസം പെർഫോമൻസ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ 100% ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എഴുതിയത് കയ്യിൽ തരട്ടെ? ഓക്കെ, ഇങ്ങനെ കയ്യിൽ പിടിച്ചോളൂ, ഇങ്ങനെ തന്നെ പിടിച്ചോളൂ. ഓക്കെ, ഇതിലേതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറയാമോ? പറഞ്ഞോളൂ. റിമോട്ട്. വാട്ടർ ബോട്ടിലല്ലോ വിചാരിച്ച? അല്ല. ഷുവറാണോ? AC റിമോട്ട് തന്നെയാണോ മനസ്സിൽ വിചാരിച്ചത്? വാട്ടർ ബോട്ടിലല്ല? അല്ല, ഞാൻ AC റിമോട്ട് അത് തന്നെയാണ് വിചാരിച്ചത്. അതങ്ങനെ വിചാരിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടോ? AC റിമോട്ടോ? ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ് AC. അതുകൊണ്ട് വിചാരിച്ചു. അല്ലാതെ എന്റെ ഭാഗത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇല്ല. എന്താ എഴുതിയെന്ന് നോക്കാം. AC റിമോട്ട് ആയിരിക്കുന്നു. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? കിട്ടിയോ? ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ കൂടെ തരാം. ഇതും ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള എഫക്റ്റുകൾ തന്നെയാണ്. വലിയ എഫക്റ്റുകൾ കാണണമെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ടിക്കറ്റ് എടുത്ത് പ്രോഗ്രാം ട്രിക്സ്മാനിയ കാണാൻ നേരിട്ട് വരും കേട്ടോ. ഞാൻ വലിയ എന്താ പറയുക, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്റർവ്യൂലോ കാര്യങ്ങളൊന്നും, ഇത് പബ്ലിക്കിലേക്ക് പോകും, പലതരത്തിലുള്ള കമന്റ്സ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണണം. ഓക്കെ, വളരെ ഞാൻ പറയുന്ന കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അതായത് നല്ല സുഗന്ധമുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ മനസ്സിൽ വിചാരിക്കുക. ഞാൻ 3 ഓപ്ഷൻ തരാം: റോസ്, ജാസ്മിൻ, ലില്ലി. അങ്ങനെ ഏതെങ്കിലും 3 ഫ്ലവറിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ മനസ്സിലുണ്ടല്ലോ. റിപ്പീറ്റ് അത് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് അത് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിലാണ്, എനിക്കറിയില്ല. ഓക്കെ, ഞാനത് ഏതാണെന്നൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഇതും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഒന്നും കൂടെ ജാമ്യം എടുക്കുകയാണ്. കാരണം 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? തെറ്റിപ്പോയി നമുക്ക് ക്യാമറ കട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്, കയ്യിൽ പിടിക്കാം. ഏത് ഫ്ലവറാണ് മനസ്സിൽ വിചാരിച്ചത്? പറയാമോ? റോസാണോ? ക്യാമറ കട്ട് ചെയ്യേണ്ടി വരുമോ? ആണോ? അല്ല, ക്യാമറ കട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. റോസ് തന്നെ ആയിരുന്നു വിചാരിച്ച? ഞാൻ അതാ പറഞ്ഞു, മെന്റലിസം 100% നമുക്കൊന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്താണ് എഴുതിയെന്ന് നോക്കാം. ഇതിപ്പോ
കറക്റ്റ് ആൻസറും എന്നെ വീണ്ടും കൺഫ്യൂസ് ചെയ്യിക്കുന്നത് റോസാണ് എഴുതിയേക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി ചെറിയ വേറൊരു എഫക്റ്റ് കൂടെ, ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഈ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, റോസ് ഫ്ലവറിന്റെ സുഗന്ധം ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും അല്ലേ? എല്ലാവർക്കും അല്ലേ അറിയാൻ പറ്റും. ഓക്കെ, കോമൺ ആണല്ലോ. കോമൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ഒന്ന് റിപ്പീറ്റ് അതുപോലെ ഒന്ന് ചെയ്യാമോ? ഞാൻ പറയുന്ന അതേ രീതിയിൽ ചെയ്യാം. ഒന്ന് കൈയൊക്കെ ഒന്ന് നേരെ വെച്ചിട്ടൊന്ന് നേരെ ഇരിക്കാം, നേരെ സ്ട്രൈറ്റ് ഫ്രീ ആയിട്ടിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുന്ന എൻ്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കണം. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ക്ലോസ് യുവർ ഐസ്. 1 2 3 ക്ലോസ് യുവർ ഐസ്. ഓക്കെ, കണ്ണ് നേരത്തെ അടച്ചിരുന്നു. ഓക്കെ ഓക്കെ, ചിരിക്കണ്ട. ഓക്കെ, കണ്ണടച്ചിരിക്കാം. ഓക്കെ, ഇനി ഞാനൊരു റോസ് ഫ്ലവർ കയ്യിൽ തരുന്നതായിട്ടൊന്ന് ഇമാജിനേഷൻ നടത്തുക. ഞാനൊരു റോസ് ഫ്ലവർ കയ്യിൽ തരുന്നതായിട്ടൊന്ന് മനസ്സിലൊന്ന് ഇമാജിനേഷൻ നടത്തുക. ഓക്കെ, ഇപ്പോൾ കയ്യിലൊരു റോസ് ഫ്ലവർ ഉണ്ട്. ആ റോസ് ഫ്ലവർ ഇതാ ഇങ്ങനെ പതുക്കെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റോസ് ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ആ കയ്യിൽ റോസ് ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി കയ്യിലൊരു റോസ് ഫ്ലവർ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടൊന്ന് കൈ ഒന്ന് സ്മെല്ല് ചെയ്ത്, റൈറ്റ് ഹാൻഡ്, കണ്ണ് തുറക്കണ്ട, കണ്ണടച്ചിട്ട് തന്നെ റൈറ്റ് ഹാൻഡ് ഒന്ന് സ്മെല്ല് ചെയ്യാം. കൈ എടുക്കാം, സ്മെല്ല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. കണ്ണ് തുറന്നല്ലോ. ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ഏത് ഫ്ലവറിന്റെ സ്മെല്ലാണ്? സത്യസന്ധമായി പറയും, ഏത് ഫ്ലവറിന്റെ സ്മെല്ലാ തോന്നുന്നത്? ഈ പനീർ റോസ് വാട്ടർ സ്മെല്ല്. റോസ് ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതല്ലേ റോസിന്റെ സ്മെല്ല്? ആണ്. റോസിന്റെ ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? റോസ് ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്. ഉണ്ട്. ഇല്ലെന്ന് അവരോട് ചോദിക്കുന്നത്. ആണ് റോസ്. എന്താ പറയേണ്ടത് അറിയില്ലല്ലേ. ഇനി അടുത്തത് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നായിരിക്കും ചോദിക്കേണ്ടത്. ആ ചോദ്യമാണ് ഇപ്പൊ മനസ്സിൽ വന്നത്. ഇതെങ്ങനെ? ആ ചോദ്യചിഹ്നമാണല്ലോ ഈ കലയെ നിലനിർത്തുന്നത്. പറയില്ലേ? ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് എത്ര നേരം നിൽക്കും ഈ സ്മെല്ല്? അത് ഞാൻ ഇവിടുന്ന് പോകുന്നവരുണ്ടാവും. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഷോയിലൊന്നും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനൽസിൽ ഫാസിൽക്കാടെ തന്നെ ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ മുതൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇതിൽ വരുന്നതിൻ്റെ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്യൂരിയോസിറ്റി അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പ്രഡിക്റ്റ് ചെയ്തില്ല ഇത്ര കറക്റ്റായിട്ട് ഏത് രണ്ടും പറയാൻ പറ്റുമെന്ന്. എനിക്കിപ്പോഴും ആ ഒരു ഹാലൂസിനേഷൻ എന്ന് പറയില്ലേ, ആ ഒരു സാധനത്തിലുള്ള. അപ്പോൾ അതിൻ്റെ ട്രിക്സൊക്കെ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. ക്യാമറ കട്ട് ചെയ്താലേ പറഞ്ഞു തരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് കേട്ടോളാം. പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ, ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വീണ്ടും പോവാം. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഈ കുറേ ആളുകളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. ലാസ്റ്റ് ഒരു 3-4 വീഡിയോക്ക് മുമ്പാന്ന് തോന്നുന്നു, ഒരു മുട്ട കൂടോത്രം ചെയ്തു വെച്ചു. അതെനിക്ക് പ്രാങ്ക് ആണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒന്നും അത് വന്നിട്ടില്ല. ഞാൻ അതിന്റെ അപ്ഡേഷൻസ് അത് ഇപ്പൊ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. മുൻപ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ബൈക്കിന്റെ ഹാൻഡിലിന്റെ അകത്തുനിന്നേ, അതായത് ഇങ്ങനെ എന്താണ് പാമ്പ് പടം മുരിക്കുക എന്ന് പറയില്ലേ, അതിങ്ങനെ ഒരു ഏലസ് പോലെ ചുറ്റി ചരടൊക്കെ ചുറ്റിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല, നമുക്ക് അതിൽ വിശ്വാസം അല്ല. എങ്ങനെയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ യാതൊരു വിശ്വാസമില്ല നമുക്ക്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന്. പിന്നെ നിങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാലൊന്ന് എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയാലും നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, അത് കിട്ടിയതുകൊണ്ട് സംഭവിച്ചു. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അത് കിട്ടിയതുകൊണ്ട്, ആ കോഴിമുട്ട കിട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തകിട് കിട്ടിയതുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ ആപത്തിലാക്കും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ആലുവ ബാങ്ക് ജംഗ്ഷനിൽ എനിക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു, ഇവന്റ് കമ്പനിയുടെ. ഇപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്താണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഷട്ടറിൻ്റെ അടിയിൽ ഇങ്ങനെ കോഴിമുട്ട, നമ്മൾ രാവിലെ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ ചെല്ലുമ്പോൾ കോഴിമുട്ട ഇരിക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ എഴുതിയിട്ട്. ഇതിനൊക്കെ സമയം കണ്ടുപിടിക്കുന്നത് ആൾക്കാർക്ക് എന്താല്ലേ. ഇപ്പൊ റിയൽ ലൈഫ് എന്ന് പറയുന്ന ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഒരു സംഭവം. അപ്പോൾ അതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യം എന്താണ് ചെയ്യാനായിട്ട്? എങ്ങനെ? റിയലിലോ റിയലിലോ രണ്ടിലും? എനിക്ക് യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ട്രാവലിംഗ് ഭീകരമായിട്ട്. വെറുതെ ട്രാവൽ ചെയ്യാനാണോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ? അല്ല, നമ്മൾ യാത്ര എപ്പോഴും നമ്മൾ ഒരു പർപ്പസ് ആയിട്ട് മീൻസ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ ആ ഒരു ഭാഗത്തുള്ള എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ യാത്രയിൽ നിന്ന് തന്നെയാണ്. അറിവ് നേടുന്നതൊക്കെ യാത്രയിലൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നോ അതിലൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ അറിവ് നമ്മൾ നേടിയിരിക്കുന്നതൊക്കെ യാത്രയിൽ നിന്ന് തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് യാത്ര ചെയ്യാൻ തന്നെ. അതല്ലാതെ പോകാറുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ ഇങ്ങനെ പോകാറുണ്ട്, ലക്ഷ്യമില്ലാത്ത യാത്രയും പോകാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ പോകുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായി ബന്ധപ്പെട്ടുള്ള യാത്രയായിരിക്കും. പക്ഷെ അത് അങ്ങനെ പോകുമ്പോൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ബാക്കി പിന്നെ നമ്മൾ ആ ഒരു അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് അത് ജീവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ധാരാവിയിൽ പോയി തന്നെയാണ്. ധാരാവി ഭീകരമായിട്ട് ഒരു നമ്മളുടെ മനസ്സിനെ തന്നെ മാറ്റിക്കളഞ്ഞ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഞാൻ ഇറങ്ങാനുള്ള ഒരു കാരണം ധാരാവി തന്നെയാണ്. എന്താണ് അവിടെ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, അവിടെ ബാഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ബാഡ് എക്സ്പീരിയൻസ് മീൻസ് ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും ഈ ഒരു കലാരംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ പ്രശസ്തനാവണം, പണം ഉണ്ടാക്കണം, വലിയ വീട് വേണം, വലിയ വാഹനങ്ങൾ വേണം എന്നുള്ള ചിന്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ള ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. കാരണം അല്ലേ, നമ്മൾ സെലിബ്രിറ്റി ആവാൻ ആഗ്രഹിച്ച് നടക്കുന്നത് ഏത് കലയാണെങ്കിലും ആ കലയിൽ ഞാൻ ഏറ്റവും ഉന്നതിയിലെത്തണം, പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു ആഗ്രഹം ഒരു പരിധിവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ കാരണമായത് ഈ പറഞ്ഞ ധാരാവിയാണ്. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീടെന്ന് പറയുന്നത്. ആ 100 സ്ക്വയർ ഫീറ്റിൽ 5-6 ആളുകൾ താമസിക്കുന്നത്. അവരുടെ ബാത്റൂം അതാണ്, അവരുടെ കിച്ചൺ അതാണ്, കിടപ്പുമുറി അതാണ്, എല്ലാം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ നമ്മൾ കാണും. കാരണം അതായത് കുളിക്കാനായിട്ട് അവർ എല്ലാ സാധനങ്ങളും പുറത്തോട്ടെടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് അതിൻ്റെ അകത്ത് കുളിക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കും. അല്ലെങ്കിൽ വീടൊക്കെ വളരെ എന്താ പറയുക, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു നമ്മുടെ കാന എന്ന് പറയില്ലേ, ആ ഒരു ഡ്രെയിനേജ്, അതിലേക്കാണ് ഇവർ ഇറങ്ങുന്നത്. കാരണം ഒരു സ്ലാബ് ഇങ്ങനെ പിടിച്ചിട്ട് കോൺക്രീറ്റിന്റെ സ്ലാബ് വെച്ച് ഇങ്ങനെ വഴി അതാണ് ഇവർ ഇറങ്ങി നിൽക്കുന്ന അതിലാണ്. അതിന്റെ മുകളിലൂടെയാണ് ഇവർ നടക്കുന്നത്. കാരണം രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ഒരാൾ ഇങ്ങനെ ചരിഞ്ഞ് നിന്ന് കൊടുക്കണം. അത്രയും വലിപ്പം മാത്രമുള്ള വഴികളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ഉള്ള ആൾ വേണം കേട്ടോ. വഴി നമുക്ക് മനസ്സിലാക്കി നമ്മളെ പുറത്ത് കൊണ്ടുവന്നാക്കാൻ അതിന്റെ അകത്തുള്ള ഒരാളില്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. കാരണം അത്രയും ഇങ്ങനെ ഗല്ലികൾ അങ്ങനത്തെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അസുഖം വന്ന് കിടക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഒരു കുട്ടീനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്ന രംഗമൊക്കെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോകും. അതും ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കൊണ്ടുപോകുന്നത് ഈ 5-6 ആളുകൾ ഈ 100 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ 100 സ്ക്വയർ ഫീറ്റ് തന്നെ അവർ വാങ്ങിയിരിക്കുന്നത് 7 ലക്ഷം രൂപയെ കൊടുത്തിട്ടാണെന്ന് അവർ പറയുന്നത്. അത്രയും അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയൊക്കെയാണ് കാണുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് വലിയ സ്വർഗത്തിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നതൊക്കെ അപ്പോഴാണ് നമുക്ക്. ഞാൻ ധാരാവിയിൽ ഏകദേശം എനിക്കൊന്ന് ഒരു 6-7 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ വന്നിട്ട് ഒരു നല്ല വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നല്ല വെള്ളത്തിലൊന്ന് കുളിക്കണം എന്നുള്ള ചിന്തയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള ചിന്തയായിപ്പോയി അന്ന്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണത്. ഇപ്പോൾ മുതുകാട് സാറായിട്ടുള്ള ബന്ധം അത് എങ്ങനെ പറയും? ഞാൻ 2003 ശരിക്കും മാജിക് എന്ന് പറയുന്ന കലയിലേക്ക് വരുന്നത്. പക്ഷെ അതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ ദൂരദർശനിൽ മാസ്മരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന കല എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ശൂന്യതയിൽ നിന്ന് മറ്റേ പ്രാവിനെ സൃഷ്ടിക്കുന്നതും പഞ്ചസാര മിഠായിയാക്കുന്നതും ഒക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം എന്നുള്ളൊരു ചിന്ത അന്നേ ഉണ്ട്. അപ്പോൾ അന്ന് മുതലേ മുതുകാട് സാറിനെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. പല വീഡിയോകളിൽ പല സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെ കാണാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യാത്രയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്ററുകളൊക്കെ ആണല്ലോ, മതിൽ അല്ലെങ്കിൽ ചുവരെഴുത്തൊക്കെയാണ്. അപ്പോൾ അന്ന് കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ പ്രോഗ്രാം കാണാനുള്ള സാധ്യത ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ കൊണ്ടുകിടന്ന അവസാനം ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ് മറ്റൊരു മജീഷ്യനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ചെറിയ ചെറിയ മാജിക്കുകളൊക്കെ പഠിപ്പിക്കുന്നതും. അതിനുശേഷം പിന്നെ ഞാൻ ഫയർ എസ്കേപ്പ് പോലെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അത്യാവശ്യം ഷോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് മുതുകാട് സാറിൻ്റെ ടീമിലേക്ക് ഒരു ക്ഷണം ലഭിക്കുന്നത്. അങ്ങനെ അന്ന് എൻ്റെ പത്രങ്ങളിലൊക്കെ അന്ന് വന്നിരുന്നു. അങ്ങനെ പത്രങ്ങളിൽ വന്ന കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചിട്ട് ഞാൻ പോയതാണ്. അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ അദ്ദേഹത്തോടൊപ്പം സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ പെർഫോം ചെയ്തു. അന്ന് ഇന്ത്യയിൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം, അതിനു മുമ്പ് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ സംഭവമാണ് എന്നുള്ള ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ അദ്ദേഹത്തോടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് അറിയില്ല. കാരണം നമുക്കത് തെറ്റുകൂടാതെ അവതരിപ്പിക്കാൻ അറിയൂ, പക്ഷെ ഇതിന്റെ അവതരണ ശൈലി ഇങ്ങനെയല്ല. ശരിക്കും ഞാൻ ഭയങ്കര വലിയ എന്തോ കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഫീൽ കൊടുത്തിട്ടൊക്കെ ഞാൻ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ മുതുകാട് സാർ എപ്പോഴും ചിരിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കും. അതെ, അതാണ് ശരിക്കും ഓഡിയൻസിന് വേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണ ആ സമയത്ത് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഒരു ഇവന്റ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആലുവ BC എറണാകുളത്ത് തന്നെ, എറണാകുളം ജില്ലയിലാണെങ്കിലും ആലുവയിലായിരുന്നു ഓഫീസൊക്കെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഷോസും ഇലൂഷൻ ഷോ ഒക്കെ ഞാൻ അന്ന് അവതരിപ്പിക്കുക. എനിക്ക് ഏകദേശം ഒരു 20-22 സ്റ്റാഫുകൾ അന്നുണ്ടായിരുന്നു.
ഈ ട്രൂപ്പിൽ തന്നെ. അപ്പം അന്ന് ഇലൂഷൻ ഷോ ഒക്കെ അപ്പം ശരിക്കും അന്ന് ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഗുരുസ്ഥാനത്ത് തന്നെയാണ്. അതുപോലെ തന്നെ മജീഷ്യൻ സാമ്രാജ്യം ആണെങ്കിലും ഗുരുസ്ഥാനത്ത് തന്നെയാണ്. അവരെല്ലാവരും അവരുടെ ഷോയും അല്ലെങ്കിൽ വീഡിയോകളാണെങ്കിലും അത് കണ്ട പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ മെന്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് 2016 ഒരു മെന്റലിസ്റ്റ് എന്നൊരു ടൈറ്റിലേക്ക് ഞാൻ മാറിയത്. ശരിക്കും 2010 ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു. ഒരു 6 വർഷത്തോളം ഞാൻ പിന്നെ ചെയ്തിട്ടേ ഇല്ല. മാജിക് ചെയ്തിട്ടില്ല, ഗ്യാപ്പ് ഇട്ടു. ഫുൾ എൻ്റെ ഇവന്റ് ഡയറക്ഷനിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാംസും അങ്ങനെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് അതിൽ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. 2016 മെന്റലിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിൽ വീണ്ടും പ്രോഗ്രാമായിട്ട് ഞാൻ വീണ്ടും വരുന്നത്. അത് ശരിക്കും അപ്പോഴും വിദേശ മെന്റലിസ്റ്റ് ഒരുപാടൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വളരെ കുറച്ച് മെന്റലിസ്റ്റുകളുടെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ വിദേശത്തുള്ള. അവരുടെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള മെന്റലിസ്റ്റ് ആദി, അവരുടെയൊക്കെ ഷോ കണ്ട പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളും വീണ്ടും ഈ ഒരു മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് വന്നതും. ഇത് കാണുമ്പോൾ നമുക്കറിയാം മാജിക്കിന്റെ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ റൂട്ടുകൾ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് പിന്നെ ഒരു ഷോ സെറ്റ് ചെയ്യുന്നതും. ഷോ സെറ്റ് ചെയ്ത ഫസ്റ്റ് പേര് എൻ്റെ സ്പെക്ടാക്കിൾ എന്നായിരുന്നു ആദ്യത്തെ ഷോയുടെ ടൈറ്റിൽ. അത് പിന്നെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ ട്രിക്സ് ചാനൽ തുടങ്ങിയ സമയത്ത് ഷോയുടെ ടൈറ്റിലും ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ട്രിക്സ് മാനിയ തന്നെ ആക്കി. അങ്ങനെയാണ് വന്നത്. അപ്പോൾ സാറായിട്ട് സത്യത്തിൽ ആ ഒരു നല്ല ബന്ധം തന്നെയാണ് സാറായിട്ട് ഇപ്പോഴും. മുതുകാട് സാറായിട്ടാണെങ്കിലും സാമ്രാജ് സാറായിട്ടാണെങ്കിലും നല്ല അടുപ്പം തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ മുതുകാട് സാറിൻ്റെ ഇപ്പോൾ റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ ആ ഇഷ്യൂസിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അതിൽ ഇഷ്യൂസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റെസ്പോൺസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോസ് വരുന്നത് എന്തേ ഇത്ര ലേറ്റായി എന്നുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അല്ല, ആക്ച്വലി ഞാൻ നാട്ടിലില്ല ശരിക്കും. ഞാനിപ്പോൾ ഒരു മാസം എങ്ങനെ പോയാലും 2 ആഴ്ച പുറത്തായിരിക്കും, വിദേശത്തായിരിക്കും. മിക്കവാറും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ സത്യത്തിൽ ഈ വിഷയം നടക്കുന്ന സമയത്തും ഞാൻ ഒരുപാട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. മിക്കവാറും പലതും ടിക്കറ്റ് ഷോസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. മാത്രമല്ല എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷോ, അതായത് ട്രിക്സ് മാനിയ എന്ന് പറയുന്ന ഈ ടൈറ്റിൽ തന്നെ പോകുന്നതിൽ ഒരു സെഗ്മെന്റ് ടൈം ട്രാവൽ എന്ന് വെച്ചൊരു സെഗ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ഇങ്ങനെ വരുന്നത്. മാത്രമല്ല നമ്മുടെ ട്രിക്സ് ചാനലിൻ്റെ ഒരു കണ്ടന്റേ അല്ല അത്, നമ്മൾ മറ്റുള്ള രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഈ മാജിക് പ്ലാനറ്റിനെ പറ്റി ഞാൻ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. 2022 അവിടെ എന്നെ പബ്ലിക് റിലേഷൻസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് എനിക്ക് കുറച്ച് നാളത്തേക്ക് അവിടെ തന്നിരുന്നു. കാരണം അവരെ ആ ഒരു ഇതിനെപ്പറ്റി പ്ലാനറ്റിനെ പറ്റി ഒന്ന് പബ്ലിക്കിലേക്ക് എത്തിച്ചത് എൻ്റെ വീഡിയോകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളെയും അല്ലെങ്കിൽ അവിടെയുള്ള ആർട്ടിസ്റ്റുകളെയും ഒക്കെ നമ്മുടെ ചാനലിൽ സെക്കൻഡ് ചാനലുണ്ട് എനിക്ക്, ട്രിക്സ് ട്യൂബ് ചാനൽ. അപ്പോൾ ആ ചാനലിലൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ അത് പോകാനും ആ വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിൻ്റെ പുറത്ത് നമുക്ക് അങ്ങനെ ഒരു പോസ്റ്റ് എന്ന് അവിടെ തന്നിരുന്നു. കാരണം അവിടെ കിങ് ഫ്രയുടെ അകത്താണ് ഈ മാജിക് പ്ലാനറ്റ് നിലനിൽക്കുന്നത്, അറിയാലോ. അപ്പോൾ കിങ് ഫ്രയുടെ ഗേറ്റിൽ നമ്മൾ ഈ പ്രവർത്തനം അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഗേറ്റിൽ പോയിട്ട് നമ്മൾ പെർമിഷൻ എടുക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിക്കും, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കയറ്റി വിടുന്നത്. മാത്രമല്ല നമ്മൾ ഈ പ്ലാനറ്റിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാ സ്റ്റാഫുകളുടെ അടുത്തും പോയിട്ട് എല്ലാവരും നമ്മളെ പരിചയമുള്ള ആളുകളായിരിക്കണമെന്നില്ല. അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ വരും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായി ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് ഞാനൊരു പോസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ID കാർഡും കാര്യങ്ങളും തന്നെ. അത് ആ ഒരു കുറച്ച് നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 6-7 മാസക്കാലം മാത്രമാണ് ആ ഒരു പോസ്റ്റ് എനിക്ക് തന്നത്. പക്ഷെ അതൊക്കെ പല ആളുകളും അത് തെറ്റായ രീതിയിലൊക്കെ ആളുകളിലേക്ക് കൊടുത്ത് ഞാൻ അവിടുത്തെ ശമ്പളക്കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആക്ച്വലി ഈ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ വിദേശത്തായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് ലേറ്റായത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ മറ്റു പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. അവസാനം ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. മാജിക് പ്ലാനറ്റ്, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ താൽക്കാലികമായിട്ട് നമ്മൾ ആ ഒരു സീരീസ് അവസാനിപ്പിച്ചിട്ട് ബാക്കിയുള്ള എപ്പിസോഡുകളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന സംഭവം റീസെൻ്റ്ലി ചെയ്തു തുടങ്ങിയതാണോ? ഞാൻ അതിൻ്റെ ഷോർട്സ് കട്ട് ചെയ്തു. 2024 ഷോയിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണത്. ട്രിക്സ് മാനിയ ഷോയുടെ ഒരു സെഗ്മെന്റ് ആണത്. ഓക്കെ, അതും ഈ ഒരു കൈൻഡ് ഓഫ് ഹാലൂസിനേഷൻ ടൈപ്പ് ഓഫ് സംഭവമാണോ? അല്ല, അങ്ങനെയല്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷോയിൽ ഞാൻ പറഞ്ഞില്ല ഒരു സെഗ്മെന്റ് ആണ്. ഫുൾ ട്രിക്സ് മാനിയ എന്നുള്ള ടൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ചധികം ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു എഫക്റ്റാണത്. അത് അത്ര ഇപ്പൊ പറയാൻ നിർവാഹുള്ളൂ, ബാക്കി നേരിട്ട് കാണണം. അതും ഈ കൺഫ്യൂസിംഗ് ടൈപ്പ് ഓഫ് സാധനമാണോ അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതിന്റെ ക്ലൈമാക്സിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ആ ഒരു ഡേറ്റിലേക്ക് പോയ ഒരു ഫീൽ തന്നെ എല്ലാവർക്കും കിട്ടും. ട്രിക്ക് തന്നെയാണ്. അപ്പൊ ശരിക്കും ടൈം ട്രാവലിംഗ് ഇല്ല അതിനെ ന്യായീകരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയുന്ന രീതിയിലുള്ള പ്രകടനമൊന്നുമല്ല. കിട്ടും എന്നുള്ളതാണോ പറയുന്നത്? അത് ഷോ അത് ഇതിലൂടെ നമുക്ക് എക്സ്പോസ് ചെയ്യണ്ടല്ലോ. ഷോയിൽ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ.
പിന്നെ ഇപ്പോൾ ഓജോ ബോർഡിന്റെ ഇത് പറയുമ്പോൾ ഇത് എന്താണ് ശരിക്കും ഓജോ ബോർഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഓജോ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഇഡിയോ മോട്ടോർ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത്. അതും ഞാൻ എന്റെ സ്റ്റേജ് ഷോയിൽ ട്രിക്സ്മാനിയ എന്ന് പറഞ്ഞ അല്ല സ്റ്റേജ് ഷോയിലും അതൊരു ഭാഗമാണ്. ഞാനത് ഓജോ ബോർഡ് എന്താണെന്നുള്ളത് ഓഡിയൻസിന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ഒരു ബ്രെയിൻ ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട്. ഓജോ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമാണ് അത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കോയിൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫിംഗർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഗോസ്റ്റിനെ വിളിക്കുമ്പോൾ ആ കോയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഓരോ അക്ഷരങ്ങളിലേക്ക് പോകും. അതെല്ലാം എഴുതിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി എന്നാണ് പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് അത് അവർ തന്നെയാണ് അത് മൂവ് ചെയ്യിക്കുന്നത്. അത് ഇഡിയോ മോട്ടോർ എഫക്റ്റ്, അവരുടെ ബ്രെയിൻ അവരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. അതല്ലാതെ അവിടെ ഗോസ്റ്റ് വരുന്നതോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല, ഒരിക്കലും അല്ല. ആ മറ്റേ ഇഡിയോ മോട്ടോർ എഫക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കല്ലിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ. അതായത് ആ കല്ല് അതിന് മുകളിൽ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് താനേ കറങ്ങും. പക്ഷെ ഞാൻ ആ ഫിംഗർ വെച്ചിട്ട് ആ കല്ല് കറങ്ങിയില്ല. കാരണം എന്റെ മൈൻഡിൽ അങ്ങനെ ഇല്ല. മീൻസ് അത് കറങ്ങണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലില്ല. അപ്പൊ ഈ കോയിൻ അനങ്ങും എന്ന് നമ്മൾ വിചാരിച്ചാലേ അത് അനങ്ങുന്നുള്ളൂ. അങ്ങനെയല്ല. അതായത് ഈ ഇതിൽ ഗോസ്റ്റ് വരുമെന്നും റിയൽ ആയിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്നും അന്ധമായ ഭീകരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വർക്കൗട്ട് ആവും. അവർ അതേ രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ഓജോ ബോർഡ് കളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫിംഗർ താനെ മറ്റൊരാൾ മൂവ് ചെയ്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിനെ ഞാൻ പല സജഷനും തന്ന് നിങ്ങളുടെ ബ്രെയിനെ എൻ്റെ കൺട്രോളിലാക്കിയ വളരെ കുറച്ച് സമയത്തേക്ക്, മീൻസ് അതായത് ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക, ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളെ. ശരിയാണല്ലോ, അത് ഒരുപാട് സമയം നീണ്ടു നിൽക്കില്ല, കുറച്ച് സമയം, ആ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ്. അതാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. എല്ലാവരിലും സംഭവിക്കില്ല, അന്ധമായി ഇത് വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ സംഭവിക്കൂ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകനും വെറുതെ തർക്കിക്കും, ഇങ്ങനെയല്ല, അത് സത്യമാണെന്ന് തർക്കിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾക്ക് ഞാൻ ഒരു ബ്രെയിൻ ടെസ്റ്റ് തന്നെ കൊടുത്തിട്ട്, നമ്മൾ ലൈവ് ഷോയിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചെയ്യുന്ന കാര്യങ്ങളും ഷോസൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, ഫേക്ക് ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഷോസ് അല്ലേ, മെന്റലിസം ഷോസ് അല്ലേ? എല്ലാം ഇപ്പോൾ നമ്മൾ ഈ മാജിക് ആയിട്ടോ അല്ലെങ്കിൽ മെന്റലിസം ആയിട്ടോ ഒക്കെ മാജിക് ഷോ ഇലൂഷൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റഡ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസിസ്റ്റന്റിനെ ഉപയോഗിച്ചാണല്ലോ ഓരോ കാര്യങ്ങൾ, വാനിഷ് ചെയ്യുന്നത് അവരെയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെയാണ്, ഓഡിയൻസിനെ വെച്ചിട്ടുള്ളൂ ചെയ്യുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണ്. അവർക്ക് പ്രാക്ടീസ് കൊടുത്ത് മെജീഷ്യനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചില എഫക്റ്റുകൾ ചെയ്യാനായിട്ട് അസിസ്റ്റന്റിന് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പക്ക സ്ക്രിപ്റ്റഡ് ഷോ ആയിരുന്നു. അത് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 9 മണിക്ക് തുടങ്ങിയാൽ 11 മണിക്ക് തീരുന്ന 2 മണിക്കൂർ തീരുന്ന ഷോ ആണെങ്കിൽ ആ 2 മണിക്കൂറും കറക്റ്റായിട്ടുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളും എല്ലാം പറയുന്ന ഡയലോഗുകൾ പോലും സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒന്നും മാറ്റം വരില്ല. എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു. പക്ഷെ മെന്റലിസം എന്ന് പറയുന്ന ഷോ, ഇപ്പോൾ ചെയ്യുന്ന മെന്റലിസം ഹിപ്നോട്ടിസം ഷോ എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള സ്ക്രിപ്റ്റുള്ള ഷോ അല്ല. കാരണം ആരൊക്കെയാണ് സ്റ്റേജിലേക്ക് കയറി വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അല്ല, അപ്പോൾ അത് ഓഡിയൻസിന് അറിയാം, കൃത്യമായിട്ട് അവർക്ക് അറിയാം. കാരണം നമ്മളിപ്പോൾ ഒരു ബോൾ ഓഡിയൻസിലേക്ക് എറിഞ്ഞിട്ട് അത് കിട്ടുന്ന ആളാണ് കയറി വരുന്നത് ഓഡിയൻസിൽ. ഇപ്പോൾ ബോളിനിപ്പോൾ ഞാൻ അറിയണമെന്ന് തന്നെ ഇല്ല, ഓഡിയൻസിലുള്ള മറ്റാരെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളുടെ അടുത്ത് എറിയാൻ പറയും, അത് കിട്ടുന്നവർക്ക് കയറി വരാം. ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പല എഫക്റ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഞാനല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഭർത്താവ് മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഭാര്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊന്നും എന്ന് കരുതി അത്ഭുത സിദ്ധിയൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം ട്രിക്സ് ആണ്, ഇതിൻ്റെ പിന്നിലെല്ലാം സയൻസ് ആണെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഫക്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക്, ലൈവായിട്ട് നേരിട്ട് വന്ന് കാണുന്ന ആളുകൾക്ക് അറിയാം ഇതിൽ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ഇത് റിയൽ ആയിട്ട് തന്നെ നമ്മൾ ഓഡിയൻസിൽ നിന്ന് തന്നെ ആളുകളെ എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ വീഡിയോയിലൂടെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വേണമെങ്കിൽ പറയും സ്ക്രിപ്റ്റാണ്, അത് നേരത്തെ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആണ്, ഫേക്ക് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരോടുള്ള അല്ല, നമുക്ക് എല്ലാവരെയും നമുക്ക് അങ്ങനെ എന്താ പറയാ കൺവിൻസ് ചെയ്തിട്ട് ഷോ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ട്രിക്സ് ചാനലിൽ ഇപ്പൊ ഏകദേശം 7.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ 3. ഇപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ഒരു 1 മില്യൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 1 മില്യൺ ആളുകളും എന്നെ സപ്പോർട്ടേഴ്സ് ഒന്നും അല്ല. വിമർശിക്കാൻ വേണ്ടിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. കാരണം അത് പറയാനുള്ള ഒരു കാരണം, മുൻപ് ഡിസ്ലൈക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഡിസ്ലൈക്ക് കാണില്ല. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത ആദ്യത്തെ സെക്കൻഡിൽ തന്നെ വരുന്നത് ഡിസ്ലൈക്കുകളായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ വരുന്ന നെഗറ്റീവ് കമൻസ് ആയിരിക്കും. അവർ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ തന്നെ ഈ അടുത്തൊരു വീഡിയോ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേര് കയറാൻ കാരണമായ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തു. ഇവരാരും തന്നെ എൻ്റെ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവരല്ല. കാരണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാത്ത പൂർണ്ണ രൂപം അപ്ലോഡ് ചെയ്യണം എന്ന ആവശ്യം ഭീകരമായിട്ട് വന്നിരുന്നു. അങ്ങനെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നു. ഞാൻ ആ വീഡിയോ പൂർണ്ണമായിട്ടും അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ തന്നെ വീഡിയോയുടെ പൂർണ്ണ രൂപം എന്നാണ് കൊടുത്തത്. അതിൻ്റെ അടിയിൽ വന്നിട്ട് വീണ്ടും കമന്റ് ഇടുന്നത്, നീ വീഡിയോ പൂർണ്ണമായിട്ട് ഇടറ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് വരുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഇട്, അതേതാ ടൈറ്റിൽ തന്നെ അതാണ്. അപ്പൊ അതുപോലും വായിച്ചു നോക്കാതെ വന്ന് കമന്റ് ഇടുന്നത്. അപ്പൊ എല്ലാവരെയും നമുക്ക് കൺവിൻസ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അത് നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ട്രിക്സ് ചാനലിലാണെങ്കിൽ പോലും
ആദ്യത്തെ എപ്പിസോഡ്, ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇപ്പോൾ 278 എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എപ്പിസോഡ് വെച്ച് എണ്ണം നോക്കിയാൽ, അതല്ലാതെ നോക്കിയാൽ 300-ന് മുകളിൽ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു അത്ഭുത വീഡിയോ ആയിട്ട് പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫേക്ക് വീഡിയോ പ്രചരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ റിവീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പിസോഡിന് നമ്പർ കൊടുക്കാറ്. അതല്ലാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് എപ്പിസോഡായിട്ട് നമ്മൾ കൂട്ടാറില്ല, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇടാറുള്ളൂ. അങ്ങനെ എപ്പിസോഡുകൾ നമ്മൾ പൊളിച്ചടക്കിയിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ 278 വീഡിയോ നമ്മൾ ചെയ്തു. ഈ 278 വീഡിയോയിലും അല്ലെങ്കിൽ അതല്ലാതെ ചെയ്തിട്ടുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. അത് പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എല്ലാം നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ആദ്യത്തെ 1 വർഷം ഞാൻ എയറിലായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്മാറിയൊന്നുമില്ല അതിനകത്തുനിന്ന്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. കാരണം ഇവൻ പറയുന്നത് എന്തൊക്കെയോ തെളിവുകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ആദ്യം എനിക്കെതിരുണ്ടായ ആരോപണം എൻ്റെ പേര് വെച്ചിട്ടായിരുന്നു. മുസ്ലിമായിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്തിന് ഹിന്ദുക്കളുടെ ഇതിനെ പറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പല രീതിയിൽ അങ്ങനെ വന്നു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഒരു ധാരണ ഇവനെ ഏതോ മതങ്ങളെ ഇടിച്ചു താഴ്ത്താൻ, ഇവന്റെ മതം മാത്രം വലുതാണെന്ന് പറയാൻ വന്നതാണ് എന്നുള്ളൊരു ധാരണയൊക്കെ പല ആളുകളും വെച്ച് പുലർത്തിയിട്ടാണ് എന്നെ ഇറങ്ങി കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ആളുകൾക്ക് മനസ്സിലായി ഇത് അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് എല്ലാത്തിലെയും ഈ പറഞ്ഞ തെറ്റാണ് എന്ന രീതിയിൽ, തെറ്റായ രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നു. ഇപ്പം ചൂഷണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിനൊക്കെ വിധേയരാവുന്നത് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും രോഗികളായിട്ടുള്ള ആളുകളാണ് സിദ്ധന്മാരെ, ആൾദൈവങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകിൽ പോകുന്നത്. അപ്പോൾ അവർക്കാണ് ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉപകാരം അവർക്ക് തന്നെയാണ്. പക്ഷെ അതിലെല്ലാവരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. പക്ഷെ അത് ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായി, കുറേ ആളുകളൊക്കെ വന്നു. അങ്ങനെയാണ് അത്രയും സബ്സ്ക്രൈബേഴ്സും ആളുകളൊക്കെ നമ്മളിലേക്ക് വന്നതും. അപ്പോൾ ഈ മെന്റലിസം എന്ന് പറയുന്ന കല പഠിക്കാൻ എല്ലാവർക്കും പറ്റും എന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് അതിന് വേണ്ട ഒരു 3 ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? 3 ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വേണ്ടത് ശരിക്കും പ്രാക്ടീസ് ആണ്. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രാക്ടീസ് തന്നെയാണ്. മൂന്നാമത്തെയും പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് 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 ദാറ്റ് ഈസ് സക്സസ്ഫുൾ. അത് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾക്ക് അത്ഭുതമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എഫക്റ്റ് കാണിച്ച് ഞാൻ അത്ഭുതപ്പെടുത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാണ്. അതിൻ്റെ ട്രിക്ക് മറച്ചു വെച്ച് അത് തെറ്റ് കൂടാതെ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണത്. മാത്രമല്ല അങ്ങനെയല്ല, നമുക്ക് 100% ഓക്കെ ആയാലാണ് നമ്മൾ പബ്ലിക്കിലേക്ക് പറ്റുള്ളൂ. മറ്റേ മാജിക് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിയാൽ മ്യൂസിക്കിൽ പോകുന്നത് കൊണ്ട് നമുക്കത് പ്രോബ്ലം ഇല്ല. ഇതങ്ങനെയല്ല, നമ്മൾ സംസാരിക്കണ്ടേ, നമ്മൾ നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് ചെയ്യണ്ടേ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് സംസാരിച്ചിട്ട് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ആളുകൾ തിരിച്ച് കൗണ്ടർ ഇങ്ങോട്ട് പറയില്ലേ, അതിന് മറുപടിയൊക്കെ പറയുന്നതൊക്കെ പാളിപ്പോയാൽ പിന്നെ ഷോ മൊത്തത്തിൽ പോകും കയ്യിൽ നിന്ന്. അപ്പോൾ അത് നമ്മുടെ മാനസികാവസ്ഥ ഭീകരമായ ഒരു ഘടകമാണതില്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് സ്റ്റേജിൽ കയറി മെന്റലിസം പെർഫോം ചെയ്യാൻ സാധിക്കില്ല. നല്ല പ്രാക്ടീസ് വേണം. ക്യൂരിയോസിറ്റിയുടെ പുറത്തൊരു കാര്യം ചെയ്യും, ഈ ഷോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മന്ത്രവാദം ചെയ്യാനും പ്രേതം പിടിക്കാനും ആൾക്കാരെ വിളിക്കാറുണ്ടോ? അല്ല, ഇപ്പൊ ട്രിക്സ് ചാനൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഇല്ല. പക്ഷെ മുൻപ് ഞാൻ ഫയർ എസ്കേപ്പ് ഒക്കെ ചെയ്ത സമയത്തൊക്കെ വീട്ടിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ബാധ ഒഴിപ്പിക്കാനൊക്കെ. ഞാൻ പറഞ്ഞത് ട്രിക്കാണെന്ന് പറഞ്ഞിട്ടൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. നിങ്ങൾ വെറുതെ ഞങ്ങൾ ഒഴിവാക്കാൻ പറയുന്നതാണ്, ഇത്രയും വലിയ ചങ്ങലേക്കിട്ട് തീയിന്ന് പുറത്തിയാടി ആൾക്ക് ഇതൊന്നും ഈ ചെറിയ കാര്യം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇപ്പോൾ മാജിക്കിൻ്റെ ട്രിക്ക് ഇപ്പോൾ ഞാനായിട്ടല്ല, അതല്ലാതെ തന്നെ ഒരുപാട് ചാനലുകളിൽ വന്നതിന് ശേഷം ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ, നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എന്താണ് ഫാസിൽക്കാക്ക് പറയാനുള്ളത്? സാധാരണ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലാണെങ്കിലും ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മൂവി വേൾഡിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയും തന്നെ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ സംസാരിച്ച വിഷയം അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മെന്റലിസം, മാജിക്, ഹിപ്നോട്ടിസം അല്ലേ, അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയൊക്കെയാണ് ഇപ്പോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ കാണുന്ന ഏതൊരു അത്ഭുതമാണെങ്കിലും, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു അത്ഭുതമാണെങ്കിലും അതിന് പിന്നിൽ 100% സയൻസ് തന്നെയാണ്. അതായത് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാകും. അതല്ലാതെ യാതൊരു തരത്തിലുള്ള അത്ഭുത സിദ്ധിയോ മാനസികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് പിന്നിലില്ല എന്നുള്ളതാണ് എനിക്ക് മൂവി വേൾഡിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഷോയ്ക്ക് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. ആളുകളുടെ ഈ പറയുന്ന ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതൊന്നും മാറ്റാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ ഷോ.